ഹായ് ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ ഷെയ്ഡും ബെൽറ്റും കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പം കമ്പിയിട്ടും കാര്യങ്ങളും തട്ടടിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു ദിവസം തട്ടടിയും പിന്നെ പാച്ച് വർക്കും കമ്പിയിട്ടും അല്ലാണ്ട് ഒരു ദിവസം, അങ്ങനെ 2 ദിവസം. അപ്പം നമുക്ക് ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. നമുക്ക് അത്യാവശ്യം 2-3 സൈറ്റ് അവിടെ ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലായിടവും ഓടി നടന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ ഈ അപ്പച്ചനാണ്, മേശിരിയാണ്. അപ്പോൾ പുള്ളിയാണ് നമ്മൾ ഇവിടുത്തെ തട്ടൊക്കെ അടിച്ചതും കമ്പി കിട്ടിയതുമൊക്കെ. അപ്പം ഈ സൈറ്റിലെ വർക്ക് പുള്ളിയായിരുന്നു, പുള്ളി ഏൽപ്പിച്ചേക്കുമായിരുന്നു. അപ്പോൾ എന്തുവായാലും നമ്മുടെ വർക്കർമാനാണ്, നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ എന്തുവായാലും പുള്ളിയാണ് ഇവിടെ ഇതെല്ലാം ചെയ്തത്. അപ്പം ഇന്ന് കോൺക്രീറ്റ്, അപ്പോൾ കോൺക്രീറ്റ് ആയപ്പോഴത്തേന് ഞാനും പിന്നെ നമ്മുടെ ബാക്കിയുള്ള വർക്കേഴ്സും എല്ലാം കൂടെ കൂടി കോൺക്രീറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ട് അങ്ങനെ ഇവിടെ കൂടിയാണ്. അപ്പം ലൈഫ് കെയർ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീടാണ്, പക്ഷേ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീടാണ്. അപ്പോൾ എന്നാലും വീട്ടുകാരുമായിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നമ്മൾ ഇച്ചിരൂടെ കൂടുതലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇവിടെ ചെയ്യിപ്പിക്കാൻ 420 ചെയ്യിപ്പിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ വീട്ടിലെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം പിന്നെ അവർ കുറച്ച് പൈസ കൂടെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ 500 സംതിങ് നമ്മൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും റൂമും ഒരു ബാത്റൂമും എല്ലാം കൂടെ ചെയ്ത്, കിച്ചണെല്ലാം കൂടെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തറയൊക്കെ ഇട്ട് കതവും ഇട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ ചെറിയ സൈറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് കോൺക്രീറ്റല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കൈക്കൂട്ടാണ് കൂട്ടുന്നത്. അപ്പം തൂമ്പയ്ക്ക് വലിച്ച് കൂട്ടുവാണ് നമ്മൾ. 2 കൊണ്ട് ഉപയോഗിച്ച് നമ്മൾ കൂട്ടുപിടിച്ച്. നമ്മൾ 5 പേരുണ്ട്. 5 പേര് എന്നാൽ അധികമാണ്. നമ്മളൊരു 3 മണിയാകുമ്പോഴത്തേന് പോകാം എന്നുള്ള ഇതിലാണ്. പിന്നെ സൈഡിലോട്ടൊരു വർക്ക് ഏരിയ അവർ പിന്നെ ഇറക്കും, ചെറിയൊരു കിച്ചനും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പായിട്ട് പിന്നെ അവർ സൈഡിലാണ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അകത്ത് ഇനി പുക ആക്കണ്ട, പുക ഒക്കെയുള്ള അടുപ്പ് നമുക്ക് വെളിയിലാക്കാം എന്നുള്ള ആ ഒരു ഇതിലവർ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ വേണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ പെരയ്ക്ക് മൊത്തം നമ്മൾ പുകയൊക്കെ ആവുമല്ലോ. അപ്പം സൈഡിലാണ് വേറെ പണിയാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ എന്തുമായാലും നമുക്ക് സാധനം ഇച്ചിരി തികയാനുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ജാടുണ്ട്, നമുക്ക് ഈ സാധനം കിട്ടുന്ന ജാടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിക്കാരെ വിളിച്ച് പറഞ്ഞു, നമ്മൾ സ്ഥിരം ഓട്ടോ ആണ്. അപ്പോൾ പുള്ളിയെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പുള്ളി അന്നേരം നമുക്ക് 2 ലോഡ് സാധനം കൊണ്ടു തന്നു. മറ്റേ ആപ്പയ്ക്ക് 2 ലോഡ് സാധനം തന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച്, ഞങ്ങൾ മൊത്തം 5 പേരേ ഉള്ളൂ. 5 പേര് കൂടി നമ്മൾ അത് അടിപൊളിയായിട്ട് വൈകുന്നേരപ്പുറം തീർക്കണം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പം എല്ലാ റൂമിലും ഓരോ ബെർത്ത്, പിന്നെ കിച്ചണിലൊരു ബെർത്ത് സ്ലാബ്, ഹാളിലൊഴിച്ച് ബാക്കി എല്ലാ ഇതുമുണ്ട്. ബാത്റൂമിൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിലും ബെർത്ത് സ്ലാബുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ 6:4 ഇടുന്നത്. 6:4:1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പൊടിയും 6 മെറ്റിലും 1 പാക്കറ്റ് സിമെൻറ്റുമാണ്. നമ്മൾ കഴിവതും രാംകോ സിമെൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാംകോ സിമെൻറ്റിന് എന്തോന്നും അറിയത്തില്ല, ഈ അലർജിയോ മറ്റു കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് ഉണ്ടായി കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാംകോ സിമെൻറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ മറ്റ് സിമെൻറ്റുകൾ ഉപയോഗിക്കും. കാരണം ചില വെള്ളത്തിലൊക്കെ നമുക്ക് കോൺക്രീറ്റ് പുട്ടിങ്ങൊക്കെ ഇടാൻ വരുമ്പോഴത്തേന് നമ്മൾ അതനുസരിച്ചുള്ള ഫാസ്റ്റ് സെറ്റിങ്ങുള്ള സിമെൻറ്റുകൾ എടുക്കും. ഇപ്പോൾ രാംകോ ഇടാനുണ്ട്, ഫാസ്റ്റ് സെറ്റിംഗ് ഉണ്ട്. എങ്കിൽ പോലും മറ്റ് സിമെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഇത് നമ്മളിപ്പം രാംകോ ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഇച്ചിരി ഒരു 2 ആഴ്ചയൊക്കെ ഇരുന്നാലും സ്ലോ സെറ്റിങ്ങാണ്. അപ്പം 2 ആഴ്ചയൊക്കെ ഇരുന്നാലും നമുക്ക് വർക്കേഴ്സിന് കുഴപ്പമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സൈറ്റ് ഡിലേ ആയാൽ പോലും നമുക്ക് സിമെൻറ്റ് പെട്ടെന്ന് കട്ടിയായി പോകുന്നത് പേടിക്കേണ്ട. കാരണം രാംകോയുടെ ഒക്കെ സ്ലോ സെറ്റിങ് സിമെൻറ്റാണ്, കുഴപ്പമില്ല. പക്ഷേ വെള്ളം വീണ് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാവും. പക്ഷേ വെള്ളം വീഴാതൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചയൊക്കെ ഇരിക്കും, കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മളെടുക്കുന്ന രാംകോ സിമെൻറ്റാണ്. പക്ഷേ സെറ്റായി കഴിഞ്ഞാൽ നല്ല സൂപ്പർ സെറ്റിങ്ങുമാണ്, സെറ്റിങ് പവർ സൂപ്പറാണ്. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് സിമെൻറ്റ് നല്ലോണമൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞ്. അപ്പം നമ്മുടെ സിമെൻറ്റിൻ്റെ അളവ് ഇങ്ങനെയാണ്. 6:4:1 എന്നാണ് നമ്മുടെ സിമെൻറ്റിൻ്റെ കോൺക്രീറ്റിനുള്ള അളവ്. പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ കനം, സ്ലാബിന് നമ്മൾ 2
2.25 ഇഞ്ച് കനമാണ് സ്ലാബിന് നമ്മൾ വെച്ചിട്ടുള്ളത്. ഒരു തിലാത്തിൻ്റെ കനമാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇവിടെ നമ്മുടെ അടുത്തൊക്കെ ഒരു തിലാത്തിൻ്റെ 2.25 ഇഞ്ച് കനമാണ്. ചിലർ 2.5 ഉറപ്പിക്കും, ചിലർ 2 ഉറപ്പിക്കും. നമ്മൾ 2.25 ഉറപ്പിച്ചേക്കുന്നത്. അപ്പം തെങ്ങിൻ്റെ തടിയാണ് നമ്മൾ തിലാനായിട്ട് വെക്കുന്നത്. അപ്പം അതിൻ്റെ 2.25 ഇഞ്ച് കനത്തിൽ നമ്മൾ വെക്കും. തേച്ചൊക്കെ എടുത്ത് വരുമ്പോഴേ 3 ഇഞ്ച് കനം, 2-3 ഇഞ്ച് കനത്തിനകത്ത് ഇടയ്ക്ക് നിൽക്കണം. അപ്പോൾ അത് കണക്കാക്കി ആണ് ഇത് വെക്കുന്നത്. പിന്നെ ബെൽറ്റിന് നമ്മൾ 4-4.5 ഇഞ്ച് കനം നമ്മൾ വരും. കാരണം ഷെയ്ഡിൻ്റെ മണ്ടയ്ക്ക് വിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഷെയ്ഡ് ബെൽറ്റ് അല്ലാതെ ബെൽറ്റുടെ ഭിത്തിയിലെ ബെൽറ്റ് വരുമ്പോഴത്തേന് അത് 4 ഇഞ്ച് 4.5 ഇഞ്ച് അതിനകത്ത് വീഴും. 4.5 ഇഞ്ചിനകത്തൊക്കെ ചില ഭാഗങ്ങളിൽ വീഴും. അപ്പം എന്തായാലും നമ്മൾ ലെവൽ ചെയ്താൽ മേളിൽ കിട്ടിയിട്ട് നമ്മൾ ഒരു 4-4.5 ഇഞ്ചിനകത്ത് മൊത്തം ബെൽറ്റ് വീഴും. പിന്നെ ഷെയ്ഡിൻ്റെ മണ്ടയ്ക്ക് പിന്നെ ബെൽറ്റ് നമ്മൾ രണ്ടാമത് സൈഡ് തിലാൻ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇടുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ പിന്നെ ഭയങ്കര ധൃതിപ്പണിയാണ്. അപ്പോൾ ധൃതി എന്ന് പറയുമ്പോഴത്തേന് പെട്ടെന്ന് സാധനം ഒരു വീടൊക്കെ പെട്ടെന്നാണ് തീരുന്നത്. ഒരുപാട് ദിവസത്തെ ഒന്നുമില്ല, പെട്ടെന്നാണ്. ഇതിപ്പം ഇവിടെ തട്ടടിച്ച് തന്നെ ഒരു ദിവസം തട്ടടിയും പിറ്റേ ദിവസം കമ്പി കിട്ടും, പിന്നെ തട്ടയുടെ പാച്ച് വർക്കും. 2 പേര് എന്നിട്ട് 2 ദിവസമാണ് ഇവിടെ നിന്നത്. അപ്പം നമ്മളൊരു ഹെൽപ്പർ ഒരു മെഷീനാണ് ഇവിടെ നിന്നത്. എന്നവർ അങ്ങനെ അത്ര അടിച്ച് തീർക്കും. അപ്പം എന്തുവരും വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്നവർക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ വളരെ നന്ദിയുണ്ട്. നമ്മൾ പുതിയ വർക്കുകളും പുതിയ ഐഡിയാസൊക്കെ ആയിട്ട് നമ്മൾ വരും. നമ്മളെ വാച്ച് ചെയ്ത് നമ്മൾ പുതിയ വർക്കുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി നല്ല അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമ്മളെ കിട്ടുന്ന എല്ലാ വർക്കും നമ്മൾ വീഡിയോ ആക്കി നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാം ഫിനിഷായി, കുഴപ്പമില്ല. നമ്മൾ തട്ടടിയൊക്കെ കഴിഞ്ഞു, വാർപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ